നമുക്ക് 7ാം ക്ലാസ്സിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ നോക്കാം. 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, യെരുശലേമിൽ നിന്നും എത്ര നാഴിക ദൂരമുള്ള ഗ്രാമമാണ് എമ്മാവൂസ്? 4 ഓപ്ഷൻ ബ്രാക്കറ്റിലുണ്ട്. അതിൽ 7 എന്നുള്ളതാണ് ഉത്തരം. 7 നാഴിക ദൂരമാണ് യെരുശലേമിൽ നിന്നും എമ്മാവൂസിലേക്കുള്ള ദൂരം. രണ്ടാമത്തെ ചോദ്യം, ഉദ്ധിതനായ ക്രിസ്തു നൽകിയ സന്ദേശം എന്തായിരുന്നു? 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സമാധാനം എന്നതായിരുന്നു ഉദ്ധിതനായ ക്രിസ്തു നൽകിയ സന്ദേശം. മൂന്നാമത്തെ ചോദ്യം, പ്രൊമിയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ആമുഖം എന്നാണ് പ്രൊമിയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം. നാലാമത്തെ ചോദ്യം, മാലാഖമാർ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്തത് എങ്ങനെയാണ്? 3 ഓപ്ഷനാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഗലീല പുരുഷന്മാരെ എന്നതാണ് അതിൻ്റെ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, ഗ്രിഗോറിയോസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഉണർന്നിരിക്കുന്നവൻ എന്നാണ് ഗ്രിഗോറിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ആറാമത്തെ ചോദ്യം, സെദറ പ്രാർത്ഥനകളുടെ ഉപജ്ഞാതാവ് ആര്? 3 ഓപ്ഷനിൽ മാർ യൂഹാനോൻ ഒന്നാമനാണ് സെദറ പ്രാർത്ഥനകളുടെ ഉപജ്ഞാതാവ്. ഏഴാമത്തെ ചോദ്യം, കർത്താവ് സ്വർഗാരോഹണം ചെയ്ത മല ഏത്? ഒലിവ് മലയിൽ നിന്നാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. എട്ടാമത്തെ ചോദ്യം, എഗ്ബോ എന്ന വാക്കിൻ്റെ അർത്ഥം? എഗ്ബോ എന്ന വാക്കിൻ്റെ അർത്ഥം പടി എന്നാണ്. 9ാമത്തെ ചോദ്യം, ഇസ്രയേലിന് വേണ്ടി ന്യായപാലനം ചെയ്ത ഏക സ്ത്രീ ആര്? ദെബോറയാണ് ഇസ്രയേലിന് ന്യായപാലനം ചെയ്ത ഏക സ്ത്രീ. 10ാമത്തെ ചോദ്യം, യേശു എത്ര തവണ സ്നേഹിക്കുന്നതിനെ പറ്റി ചോദിച്ചു? 3 തവണയാണ് യേശു സ്നേഹിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചത്. ഇനി പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങളാണ് 5 ചോദ്യങ്ങൾ. 11ാമത്തെ ചോദ്യം, മർത്തോമ ക്രിസ്ത്യാനികളുടെ പൈതൃകം വിളിച്ചോതുന്ന കലാരൂപമാണ് ഡാഷ്. മാർഗം കളിയാണ് മർത്തോമ ക്രിസ്ത്യാനികളുടെ പൈതൃകം വിളിച്ചോതുന്ന കലാരൂപം. 12ാമത്തെ ചോദ്യം, ഹൂസോയോ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ഡാഷ്. പാപപരിഹാര പ്രാർത്ഥന എന്നതാണ് ഹൂസോയോ എന്ന പദത്തിൻ്റെ അർത്ഥം. 13ാമത്തെ ചോദ്യം, ഓർത്തഡോക്സ് ആരാധനയിൽ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സമ്പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു ആരാധനയാണ് ഡാഷ്. കുമ്പിട്ടുള്ള നമസ്കാരമാണ് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സമ്പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ആരാധന. ഇനി 14ാമത്തെ ചോദ്യം, ദൈവസാന്നിധ്യത്തിൻ്റെ രഹസ്യാത്മക സ്ഥാനത്തെയാണ് ഡാഷ് എന്ന് പറയുന്നത്. ദൈവസാന്നിധ്യത്തിൻ്റെ രഹസ്യാത്മക സ്ഥാനത്തെ സ്വർഗം എന്നാണ് പറയുന്നത്. 15ാമത്തെ ചോദ്യം, ധൂപാർപ്പണം ഡാഷ് സാന്നിധ്യത്തെ കുറിക്കുന്നു. ധൂപാർപ്പണം പരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് കുറിക്കുന്നത്. ഇനി ശരിയോ തെറ്റോ എന്ന് എഴുതാനുള്ള ചോദ്യങ്ങളാണ്. 16ാമത്തെ ചോദ്യം, ഹൂസോയോ എന്ന പദത്തിൻ്റെ അർത്ഥം മാനസാന്തരം എന്നാണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ് അല്ലേ? ഹൂസോയോ എന്ന് പറഞ്ഞാൽ പാപപരിഹാര പ്രാർത്ഥന എന്നാണ് അർത്ഥം. 17ാമത്തെ ചോദ്യം, ഓശാന പെരുന്നാളിൽ സകല വൃക്ഷങ്ങൾക്കും ചെടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. 18, യോഗാസനങ്ങൾ ഹൃദയാരോഗ്യത്തിന് നല്ലതല്ല. തെറ്റാണ്. യോഗാസനങ്ങൾ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. 19, വലിയ നോമ്പ് ആചരിക്കുന്നതിൻ്റെ 18 ദിവസം മുൻപ് 3 നോമ്പ് ആചരിക്കുന്നു. ശരിയാണ്. 20ാമത്തെ ചോദ്യം, സന്യാസ ജീവിതം കൂടുതൽ സുഖത്തിനും സ്വസ്ഥതയ്ക്കും ഉള്ളതാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. ഇനി ചേരുംപടി ചേർക്കുവാനുള്ള ചോദ്യങ്ങളാണ്. ഒരു സൈഡിൽ നിസായിലെ മാർ ഗ്രിഗോറിയോസ്, ഉപവാസം, മർത്തോമായുടെ പ്രഖ്യാപനം, വലിയ മാർ ബസേലിയോസ്, കുമ്പിട്ടുള്ള പ്രാർത്ഥന. അപ്പുറത്തെ സൈഡിൽ സമ്പൂർണ്ണ ആരോഗ്യം, കൈസറിയയിലെ പൊന്തോസ്, തെയോസോബിയ, കൂടെ വസിക്കുക, കാതോലിക്കേറ്റിൻ്റെ ചിഹ്നം. ഇതിൽ 21ാമത്തെ നിസായിലെ മാർ ഗ്രിഗോറിയോസിന് ചേരുന്നത് തെയോസോബിയയാണ്. തെയോസോബിയ അദ്ദേഹം കല്യാണം കഴിച്ച ഷെമാശിനിയാണ്. ഇനിയും ഉപവാസം എന്നതിന് ചേരുക കൂടെ വസിക്കുക എന്നതാണ്. 23, മർത്തോമായുടെ പ്രഖ്യാപനം, അതിന് ചേരുന്നത് കാതോലിക്കേറ്റിൻ്റെ ചിഹ്നമാണ്. 24, വലിയ മാർ ബസേലിയോസ്, ചേരുക കൈസറിയയിലെ പൊന്തോസാണ്. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. 25, കുമ്പിട്ടുള്ള പ്രാർത്ഥന സമ്പൂർണ്ണ ആരോഗ്യത്തിൻ്റെ നേരെയാണ് വരേണ്ടത്. ഇങ്ങനെയാണ് അത് ചേരുംപടി ചേർക്കാനുള്ള ഉത്തരങ്ങൾ. ഇനിയും ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ 10 ചോദ്യങ്ങളാണുള്ളത്. 26, ഇസ്രയേലിലെ ആദ്യത്തെ രാജാവ് ആര്? ശൗലാണ് ഇസ്രയേലിലെ ആദ്യത്തെ രാജാവ്. 27, ശമുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം? ദൈവം കേട്ടു എന്നതാണ് ശമുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. 28, ശൗലിൻ്റെ ഗോത്രം? ബെന്യാമീൻ ഗോത്രത്തിലാണ് ശൗല് ജനിച്ചത്. 29, ദാവീദിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? ഇശായി എന്നാണ് ദാവീദിൻ്റെ പിതാവിൻ്റെ പേര്. 30, ശലോമോൻ്റെ മറ്റൊരു പേര്? എദിദ്യാവ് എന്നാണ് ശലോമോൻ്റെ മറ്റൊരു പേര്. 31, വലിയ മാർ ബസേലിയോസിൻ്റെ
സഹോദരൻ്റെ പേരെന്ത്? മിസായിലെ മാർ ഗ്രിഗോറിയോസ് എന്നാണ് വലിയ മാർ ബസേലിയോസിൻ്റെ സഹോദരൻ്റെ പേര്. 32. യേശു ഏത് ശിഷ്യനെയാണ് സാത്താൻ എന്ന് വിളിച്ചത്? പത്രോസിനെയാണ് യേശു സാത്താൻ എന്ന് വിളിച്ചത്. 33. കുറിയേലായിസോൻ എന്ന പദത്തിൻ്റെ അർത്ഥം? കർത്താവെ കരുണ ചെയ്യണമേ എന്നതാണ് കുറിയേലായിസോൻ എന്ന പദത്തിൻ്റെ അർത്ഥം. 34. പത്രോസിൻ്റെ ദേശം? ഗലീലയാണ് പത്രോസിൻ്റെ ദേശം. 35. മാർ അപ്രേമിൻ്റെ മെമ്ര ഏത് നമസ്കാരത്തിലാണ് ചൊല്ലുന്നത്? സൂത്താറ നമസ്കാരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് മാർ അപ്രേമിൻ്റെ മെമ്ര. ഈ 1-2 വാക്യത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ. 36. നല്ല ശീലങ്ങൾ ഏതൊക്കെ? നല്ല ശീലങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ നല്ല ശീലങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ എഴുതാം. എന്നും പല്ല് തേക്കുക, എന്നും കുളിക്കുക, എന്നും പ്രാർത്ഥിക്കുക, എന്നും പഠിക്കുക, ഇതൊക്കെ നല്ല ശീലങ്ങളിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ. 37-ാമത്തെ ചോദ്യം, കപ്പദോക്യൻ പിതാക്കന്മാർ എന്നറിയപ്പെടുന്നവർ ആരൊക്കെ? മിസായിലെ മാർ ഗ്രിഗോറിയോസ്, വലിയ മാർ ബസേലിയോസ്, നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ്. ഇവർ 3 പേരുമാണ് കപ്പദോക്യൻ പിതാക്കന്മാർ എന്നറിയപ്പെടുന്നത്. 38. കാനോനിക നോമ്പുകൾ എത്ര? അവയേതെല്ലാം? കാനോനിക നോമ്പുകൾ 5 എണ്ണമാണുള്ളത്. അവയേതെല്ലാം? ഒരു വർഷത്തിന്റെ ആദ്യം തുടങ്ങുന്ന നോമ്പ് 3 നോമ്പാണ്. 3 നോമ്പ് അല്ലെങ്കിൽ നിനുവ നോമ്പ് എന്നറിയപ്പെടുന്നു. അതിനുശേഷം വരുന്ന നോമ്പ് 50 നോമ്പ് അല്ലെങ്കിൽ വലിയ നോമ്പ്. അതിനുശേഷം സ്ലീഹ നോമ്പ് അല്ലെങ്കിൽ 13 നോമ്പ്. പിന്നീട് ശൂനോയോ നോമ്പ് അല്ലെങ്കിൽ 15 നോമ്പ്. ഒരു വർഷത്തിന്റെ അവസാനത്തിലെ നോമ്പ് എൽദോ നോമ്പ് അല്ലെങ്കിൽ 25 നോമ്പ്. ഇത്രയുമാണ് 5 നോമ്പുകൾ. ഇനി 39-ാമത്തെ ചോദ്യം പ്രാർത്ഥന പൂരിപ്പിക്കാനുള്ള ചോദ്യമാണ്. മഹോന്നതന്റെ മറവിലിരിക്കുന്ന കർത്താവേ, അത് മുതൽ പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് തരയണമേ വരെയുള്ള ഭാഗം. മഹോന്നതന്റെ മറവിലിരിക്കുന്നവനായ കർത്താവേ, നിന്റെ കരുണയുടെ ചിറയിൻ കീഴിൽ ഞങ്ങളെ മറിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സകലവും കേൾക്കുന്നവനെ, നിന്റെ കരുണയാൽ നിന്റെ അടിയാരുടെ അപേക്ഷ കേൾക്കണമേ. മഹത്വമുള്ള രാജാവായി ഞങ്ങളുടെ രക്ഷകനായ മശിഹ, സമാധാനം നിറഞ്ഞ സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് തരയണമേ. ഇത്രയുമാണ് എഴുതേണ്ടത്. ഗീതം പൂരിപ്പിക്കുവാനാണ് 40-ാമത്തെ ചോദ്യം. പ്രാർത്ഥനയിൻ സമയമിതല്ലോ മാർത്തോമാ സ്ലീഹ, പതിവിൻ പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്ക, ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോൽ തൃക്കൈ വാഴ്ത്തേണം. ഇടയ്ക്ക് വിട്ട ഭാഗത്ത് ഏതൊക്കെ വാക്കുകളാണത് പൂരിപ്പിക്കാനുള്ള ഗീതമായിരുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പർ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.